നമസ്കാരം. അല്ല, ഇത് ആരൊക്കെയാ? ഇതെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? വരൂ, അകത്തേക്ക് വരൂ. വരണം. ഇരിക്കെ, രണ്ടുപേരും ഇരിക്കെ. അല്ല, ഇരിക്കെ. എന്താ വിശേഷിച്ച്? വെറുതെ ഒന്ന് വരണമെന്ന് തോന്നി. ഓ, അതിവക്ക് ഞാൻ വന്നത് ആദ്യയോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കാനാ. അതിനെന്താ, അത് നല്ല കാര്യല്ലേ. അതിക്കൂട്ടാ, അച്ഛനെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകും. അതിപ്പോ വിളിച്ചോണ്ട് പോകേണ്ട കാര്യം അതാ. ഞങ്ങളൊക്കെ ഒരുമിച്ച് പോയ പോരെ, അല്ലേ? വടവനെ വാദി ഇരിക്കെ, ഇരിക്കെ. എല്ലാരും ചായ കുടിച്ച് അപ്പോഴത്തേക്ക് ഞാൻ പലഹാരം എടുത്തോണ്ട് വരാം. അല്ല, ആദ്യമോനും കളക്ടർ സാറും ഒക്കെ ഇവിടെ പോയി. ഇതെന്റെ ഒരു ചെറിയ സമ്മാനം. നീ എന്നെ അപ്പൂപ്പനാക്കിയതല്ലേ. ആദ്യത്തത് എന്തും മധുരതരമാണ്. ആദ്യം ഉണ്ടാവുന്ന മക്കൾ, ചെറുമക്കൾ, ആദ്യമായി കിട്ടുന്ന ജോലി, ആദ്യം പഠിച്ച സ്കൂള്, ആദ്യം പ്രണയിച്ച പെണ്ണ്, അങ്ങനെ ആ ലിസ്റ്റൊക്കെ നീളും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ള കാലമായത്. ഓർക്കാപ്പുറത്ത് ഇത്രയും വലിയ അത്ഭുതങ്ങൾ വരെ എൻ്റെ ജീവിതത്തിൽ നടന്നല്ലോ. സത്യം പറയാലോ, ദൈവത്തോട് നന്ദി പറഞ്ഞെൻ്റെ കൊതി തീർന്നിട്ടില്ല. ജീവിതം ഒരു വല്ലാത്ത പകിടകളിയാണ്. നമ്മൾ കണക്ക് കൂട്ടുന്ന കരുക്കളൊന്നും ആവില്ല പലപ്പോഴും കളത്തിൽ വീഴുന്നത്. പിന്നെ വീണ കല്ലുകൊണ്ട് കളിച്ച് ജയിക്കുന്നവനാ മിടുക്കൻ. എനിക്കെൻ്റെ മകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷേ അവൾ കണ്ട സ്വപ്നങ്ങൾ ഞാൻ കണ്ട സ്വപ്നങ്ങളെക്കാൾ വലുതായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ഇപ്പം എനിക്കിഷ്ടം. നിന്നെ ഞാൻ വല്ലാതെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു മോനെ. മനസ്സുകൊണ്ട് മരുമകനായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവളൊരുത്തിയുള്ളൂ. പൊന്നുപോലെ നോക്കിക്കൊള്ളേ മോനെ. ഉച്ചയൂണ് കഴിഞ്ഞാലേ നിങ്ങൾ പോകുന്നുള്ളൂ? അയ്യോ മോളെ, അതിനുള്ള നേരമൊന്നുമില്ല. എനിക്ക് 11:30 തിരുവല്ലത്തൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അയ്യോ, ഞാൻ വേഗം റെഡിയാക്കായിരുന്നു. അയ്യോ വേണ്ട വേണ്ട, ഇതിപ്പോ നേരം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ വരേണ്ട കാര്യങ്ങൾക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നിട്ട് കളക്ടർ മരുമോനോട് കൊതിതീരെ സംസാരിച്ചോ? ഓ പിന്നെ കൊതി തീരെ സംസാരിച്ചു. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ മോളോടാ.
അതിന് തീരെ ടൈമില്ല. ഒരു 2 വാക്ക് പറഞ്ഞ് നമുക്ക് പിരിയാം. വേഗം ചെല്ലുമോളെ. അച്ഛന്റെ സ്വകാര്യം എന്താന്ന് അറിയണമല്ലോ. സ്വകാര്യമൊന്നുമല്ല, എന്നാലും ആ സ്വകാര്യാണല്ലേ. വാ മോളെ, വാ പറയട്ടെ. ഈ കളക്ടർ ആള് ഭയങ്കര രസികനല്ലേ. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കുന്നില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് വന്ന. എന്താ നിനക്ക് വിശ്വാസം വരുന്നില്ലേ? നീ വിവാഹം കഴിക്കുന്നതിനും ആദിയുടെ കൂടെ ജീവിക്കുന്നതിനും പ്രസവിക്കുന്നതിനും ഒന്നും എനിക്കൊരു പരാതിയില്ല. പക്ഷെ പ്രസവം കഴിയുമ്പോൾ ആ കുഞ്ഞിനെ എനിക്ക് തരണം. നിനക്കറിയാലോ ഞാനതിനെ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അതിനെ കൊന്നു കൊല വിളിക്കാതെ ഈ ജന്മം എനിക്ക് മനസ്സമാധാനം കിട്ടില്ലെന്ന്. ഈ കാര്യത്തിൽ അച്ഛനും മകളൊന്നുമില്ല. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. അതല്ല എന്നെ എതിർക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ കണ്ടില്ലേ ഈ വീട്ടിലെ സന്തോഷങ്ങൾ, അതെല്ലാം ഒറ്റയടിക്കില്ലാതാവും. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചെമ്പകശ്ശേരി വീട് നിലവിളിച്ച് കരഞ്ഞ് തളരും. കാണണോ നിനക്കത്? നിനക്കതിന് കാരണക്കാരിയാവണോ? ആകണമെങ്കിൽ ആവാം. ഇനി അതല്ല മര്യാദയാണെങ്കിൽ എന്റെ എഗ്രിമെന്റ് സമ്മതിക്കണം. മൗനം സമ്മതം അല്ലേ? നീ സമ്മതിച്ചു എന്ന വിശ്വാസത്തിൽ അച്ഛൻ പൊക്കോട്ടെ. എന്താ നിനക്കൊരു വൈക്ലഭ്യം? ഞാൻ പറഞ്ഞത് ദഹിക്കാതെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. എനിക്കടുത്ത നടപടി നോക്കാനാ. പിന്നെ അപ്പുറത്തുനിന്ന് നീ ആർക്കും സംശയമൊന്നും ഉണ്ടാക്കി കൊടുക്കരുത്. എല്ലാവരും ചിരിക്കുന്നത് കാണാൻ നമുക്കൊരു സന്തോഷമല്ലേ? ഈ കുഞ്ഞിനെ കൊല്ലാൻ നീ എന്നെ ഏൽപ്പിച്ച ഈ ജന്മം മുഴുവൻ നിനക്ക് ചിരിക്കാം.